ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഇത്രയധികം നായകളെ കണ്ട നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, അത് ഒരു മുത്തപ്പൻ ക്ഷേത്രമായിരിക്കുമെന്ന്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ വലിയൊരു മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ പറശ്ശിനിക്കടവും ഉരുളിമലയും കുന്നത്തൂർ പാടിയൊക്കെ പോയിട്ടുണ്ടാവും. എന്നാൽ ഇത് അധികമാരും അറിയാത്തൊരു ക്ഷേത്രമാണ് വലിയൊരു ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്തുമ്പോൾ തന്നെ നിങ്ങളെ വരവേൽക്കുന്നത് വലിയൊരു കായലും കണ്ടൽ കാടുകളുമൊക്കെ ആയിരിക്കും. കായൽ തീരത്തൂടെ സഞ്ചരിച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന നടപ്പന്തലും അതിൻ്റെ വലിയ തൂണുകളുമൊക്കെ നിങ്ങളെ ആകർഷിക്കും. പ്രദക്ഷിണ വഴിയിലൂടെ നടക്കുമ്പോൾ കഴകപ്പുരയിൽ 2 സിംഹങ്ങൾ കാവലിരിക്കുന്നത് കാണാം. ശില്പചാതുര്യം അതിമനോഹരമെന്നേ പറയാൻ കഴിയൂ. വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തെത്തിയപ്പോൾ മുന്നിലതാ വലിയ ഉരുളി. അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ കഥ മാറി. അത് വലിയൊരു കിണറായിരുന്നു. അതിൻ്റെ നടുക്ക് ഒരു പറ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും വെള്ളം അളന്നൊഴിക്കുന്ന പോലെയുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലുള്ള ചെറിയ ഉരുളിയിൽ മീനുമുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഇനിയുമുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ശ്രീ മഹാദേവൻ്റെ ശില്പം. 4 ടൺ ഭാരമാണ് ഇതിനുള്ളത്. എന്തേ ഇവിടെ എത്താൻ ഇത്ര വൈകി എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇതാണ് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. വള്ളുവൻകടവിലെ പുരാതന കാർഷിക തറവാടായിരുന്ന പുതിയവളപ്പിലെ കാരണവർ ധർമ്മിഷ്ഠനും ഭക്തനുമായിരുന്നു. ഒരു നാൾ പുഴയോരത്ത് നിൽക്കെ പുഴയിൽ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മത്സ്യവേട്ട നടത്തുന്ന മുത്തപ്പൻ്റെ തിരുരൂപം ദർശിക്കാനിടയായി. ഈ സംഭവത്തിന് ശേഷം കാരണവർ തൻ്റെ വാസസ്ഥലം പൊടിക്കളമായി സങ്കല്പിച്ച് മുത്തപ്പന് പൈങ്കുറ്റി നിവേദിച്ചു വന്നു. പിന്നീട് മടപ്പുര നിർമ്മിച്ച് മുത്തപ്പനെയും തിരുവപ്പനെയും കെട്ടിയാടിച്ചു. വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രം പുതിയവളപ്പിൽ തറവാട്ടിലെ പൂർവ്വഗുരുവിൽ സംപ്രീതനായ ഭഗവാൻ മുത്തപ്പൻ അദ്ദേഹത്തിന് ദർശന സൗഭാഗ്യമരുളുകയും തുടർന്ന് സ്വയം തൻ്റെ ഇഷ്ടസങ്കേതമായി തിരഞ്ഞെടുത്ത് കുടികൊള്ളുകയും ചെയ്തു. ഈ പരിപാവന ഭൂമിയിൽ ഗുരുവൊരുക്കിയ ദേവസ്ഥാന സങ്കല്പങ്ങളെ മുൻനിർത്തി കാലോചിതമായ പുനർനിർമ്മാണത്തിലൂടെ മടപ്പുരയും മറ്റ് ദേവസ്ഥാനങ്ങളും മുത്തപ്പ വരപ്രസാദത്താൽ പണിതു. കഴകപ്പുരയിൽ ഗുരുവിനെയും ഭഗവതിയെയും തൊഴുത ശേഷം മടപ്പുരയിൽ മുത്തപ്പനെയും തിരുവപ്പനെയും തൊഴുത് പ്രദക്ഷിണം ചെയ്ത് ഗുളികനെയും നാഗസ്ഥാനത്തും പ്രാർത്ഥിക്കുക. അതാണ് ഈ ക്ഷേത്രത്തിലെ ദർശനക്രമം. എല്ലാ സംക്രമത്തിനും അതുപോലെ എല്ലാ ഞായറാഴ്ചയും ക്ഷേത്രത്തിൽ വെള്ളാട്ടം കെട്ടിയാടുന്നു.
മാസത്തിലെ ആദ്യ ഞായറാഴ്ച തിരുവപ്പനയും ഉണ്ടാകും. ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ ശ്രീമുത്തപ്പൻ്റെ ഐതിഹ്യവും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കൃത്യമായി ചിത്രരൂപത്തിലും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആയുർവേദ ചികിത്സാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ പൈങ്കുറ്റി ഉണ്ടാവും. അതുപോലെ ഞായറാഴ്ച ദിവസം 3 നേരം അന്നദാനവും നൽകി വരുന്നു. ഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി ക്ഷേത്രത്തിന് സമീപം ഒരുങ്ങാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരുവപ്പനയുടെയും വെള്ളാട്ടത്തിൻ്റെയും ശില്പം വള്ളുവൻകടവിൽ ഉടൻ തന്നെ ഒരുങ്ങും. മനോഹരമായ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ദർശിക്കാൻ നിങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിനടുത്തുള്ള പുല്ലൂപ്പിയിലാണ്. കണ്ണൂരിൽ നിന്നും വരുന്നവർ കക്കാട്, പുല്ലൂപ്പിക്കടവ്, കണ്ണാടിപ്പറമ്പ് റൂട്ടിൽ വന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മയ്യിൽ ഭാഗത്തു നിന്ന് വരുന്നവർ കണ്ണാടിപ്പറമ്പ് വന്ന് പുല്ലൂപ്പി റൂട്ടിൽ വന്നാൽ മതി. അതുപോലെ പുതിയതെരു ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ സ്റ്റെപ്പ് റോഡ് കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി റൂട്ടിൽ വരിക. ഓരോ സ്ഥലത്തും ക്ഷേത്രത്തിലേക്കുള്ള ബോർഡുകൾ ഉണ്ട്, അത് നോക്കി വന്നാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൂടുതലും ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും നമ്മുടെ കണ്ണൂരിലെ തെയ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.